ഹലോ. 23ാമത്തെ ചാപ്റ്റർ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതും സെക്ഷൻ 1 സെക്ഷൻ 2 എന്ന രണ്ട് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം സെക്ഷൻ 1ന്റെ സമ്മറി ഒന്ന് നോക്കാം. ഓക്കെ. Rajamani is a young boy of 12 years. He comes from a village in Tamil Nadu. His father is dead. Rajamani discontinued his education after class 6 to help his mother in running a tea shop. He has two elder brothers and two elder sisters. അപ്പോൾ ഈ ഒരു ചെറിയൊരു സ്റ്റോറി ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ്. ഇപ്പം രാജാമണി എന്ന് പറയുന്ന ഒരു 12 വയസ്സുള്ള ഒരു ആൺകുട്ടി തമിഴ്നാടിൻ്റെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്തുള്ളൊരു താമസിച്ചൊരു ചെറിയൊരു ആൺകുട്ടിയായിരുന്നു. അപ്പം രാജാമണിയുടെ അച്ഛൻ മരണപ്പെട്ടുപോയി. രാജാമണി ഡിസ്കണ്ടിന്യൂഡ് ഹിസ് എഡ്യൂക്കേഷൻ ആഫ്റ്റർ ക്ലാസ് 6. അപ്പം അതുകൊണ്ട് തന്നെ രാജാമണി 6ാം ക്ലാസ് ആയപ്പോഴേക്ക് അവൻ്റെ വിദ്യാഭ്യാസം അവിടെ നിർത്തി. ടു ഹെൽപ്പ് ഹിസ് മദർ ഇൻ എ റണ്ണിങ് എ ടീ ഷോപ്പ്, അതായത് അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ സ്കൂൾ പഠനം നിർത്തി. അമ്മ ചെറിയൊരു ടീ ഷോപ്പ് നടത്തുന്നുണ്ടായിരുന്നു. ഹി വാസ് ടു എൽഡർ ബ്രദേഴ്സ് ആർ ടു എൽഡർ സിസ്റ്റേഴ്സ്. അങ്ങനെ 2 മൂത്ത സഹോദരങ്ങളും 2 സഹോദരിമാരും ഉണ്ടായിരുന്നു. അബൌട്ട് 6 months ago, അങ്ങനെ ഒരു 6 മാസം മുന്നേ ഹി ഡെവലപ്ഡ് എൻ ഐ ഇൻഫെക്ഷൻ ഫോർ വിച്ച് ഹി സോട്ട് മെഡിക്കൽ അറ്റൻഷൻ. അങ്ങനെ രാജാമണിയുടെ കണ്ണിന് ചെറിയൊരു ഇൻഫെക്ഷൻ വരികയും അങ്ങനെ അതൊരു മെഡിക്കൽ ഗൈഡൻസിനായിട്ട് ഇവർ ഹോസ്പിറ്റലിൽ ചെല്ലുകയും ചെയ്തു. ഹി വാസ് ഗിവൺ എ സെവറൽ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻസ്. അതുകൊണ്ട് തന്നെ മസിൽസിന് കുത്തിവെക്കുന്ന ഒരുപാട് ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദ ട്രീറ്റ്മെന്റ് ഹി ഡെവലപ്ഡ് എൻ ആബ്സസ് അറ്റ് ദ ഇഞ്ചക്ഷൻ സൈറ്റ്. അങ്ങനെ ആ ഒരു വളരെ കൃത്യമായ അല്ലാത്ത രീതിയിലുള്ള ഇഞ്ചക്ഷൻസും സിറിഞ്ചൊക്കെ ആയിരുന്നു ഇവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. എ കപ്പിൾ ഓഫ് മന്ത് ലേറ്റർ, അങ്ങനെ അവിടുന്ന് കുറേ മാസം കഴിഞ്ഞപ്പോൾ ഹി ഗോട്ട് എ പിമ്പിൾ ഓൺ ഹിസ് നോസ് വിച്ച് റിമൈൻഡ് ഫോർ സെവറൽ വീക്സ് ആൻഡ് ദെൻ ഡെവലപ്പ് ഇൻറ്റു സ്പെക്ടിസെമ വിച്ച് സ്പ്രെഡ് ടു ദ റെസ്റ്റ് ഓഫ് ഹിസ് ഫേസ്. അങ്ങനെ ഇവൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇവൻ്റെ മൂക്കിനകത്ത് ചെറിയൊരു പിമ്പിൾസ് പോലെ ചെറിയൊരു അടയാളം വന്നു. അങ്ങനെ ഇത് വീണ്ടും ഇത് വലുതായത് സ്പെക്ടിസിമ എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് മാറി. അങ്ങനെ അത് എന്ത് ചെയ്തു, മുഖത്തിൻ്റെ പല ഭാഗത്തേക്കും ഇത് എന്ത് ചെയ്തു, സ്പ്രെഡായി. Meanwhile, he also began to get skin lesions on his legs along with getting ill with TB. അതുപോലെ അത് സ്കിന്നിലുള്ള കളർ ഡിഫറൻസ്, അതേപോലെ TB, ഇങ്ങനെയുള്ള പല അസുഖങ്ങളും ഇവനെ പിടിപെടാൻ തുടങ്ങി. When he come for treatment to Chennai with his family, he was referred to the skin department of the Government General Hospital. അങ്ങനെ രാജാമണി വീണ്ടും ചെന്നൈയിൽ വരികയും അവൻ്റെ ഫാമിലിയുടെ കൂടെ ചെന്നൈയിൽ വരികയും അങ്ങനെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് വരുന്നു. അപ്പം അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലുള്ള സ്കിൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഹിസ് ബ്ലഡ് വാസ് ടെസ്റ്റഡ് ഫോർ HIV അറ്റ് ദ എയ്ഡ്സ് സെൽ ഓഫ് ദ മദ്രാസ് മെഡിക്കൽ കോളേജ്. അപ്പം ഡോക്ടേഴ്സിന് എന്തോ സംശയം തോന്നിയിട്ട് രാജാമണിയുടെ ബ്ലഡ് എന്ത് ചെയ്തു, മദ്രാസ് മെഡിക്കൽ കോളേജിലെ എയ്ഡ്സ് സെൽ എന്ന് പറയുന്നിട്ടുള്ള വിഭാഗം എന്ത് ചെയ്തു, HIV ടെസ്റ്റിന് കൊടുത്തു. This pointed to contaminate needles or syringes likely to source of HIV injection for രാജാമണി. അങ്ങനെ രാജാമണിക്ക് എന്ത് ചെയ്തു, HIV ഇൻഫെക്ഷൻ ആണെന്നുള്ളത് കണ്ടെത്തി. അത് സിറിഞ്ചിൽ കൂടെയും പിന്നെ എന്താണ് നീഡിൽ കൂടെ വന്നതാണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുകയും ചെയ്തു. ഹി ഹാസ് when he come to treatment for Chennai with his family, he was referred to skin നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, സോറി. He has not progressed to AIDS yet, but he is being related for the last 2 months. പക്ഷെ ഇപ്പോഴും അതൊരു HIV എന്നൊരു അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. അതൊരു എയ്ഡ്സ് ആയിട്ട് ഇതുവരെ മാറിയിട്ടില്ല. അങ്ങനെ രാജാമണിക്ക് ഇപ്പോഴും എന്താണ് ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു, ഇതൊരു സ്പെക്ടിസിമ എന്നുള്ളൊരു സ്കിൻ ലേഷൻ, TB, ഇങ്ങനെയുള്ള പല അസുഖങ്ങളായിട്ട് ഇങ്ങനെ അവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. He appears to be responding well to the treatment and will be discharged shortly. അങ്ങനെ രാജാമണി ഈ ഒരു അസുഖത്തോട് വളരെ റെസ്പോണ്ട് ചെയ്തു. അതായത് അവൻ്റെ ബോഡി എല്ലാ മരുന്നുകളായിട്ടും വളരെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്തു. ദിസ് ഇസ് എ വെരി സാഡ് കേസ് ഇൻ പോയിന്റ് ഓഫ് ഇൻഫെക്ഷൻ ത്രൂ
unsterilized needles and syringes which could have been easily avoided. അപ്പോൾ ഇതൊരു രാജാമണിയുടെ ഒരു കുറ്റം കൊണ്ട് വന്ന ഒരു അസുഖമല്ല. ഇതെന്താണ്, ആശുപത്രിക്കാരുടെ ഒരു അനാസ്ഥ കൊണ്ട് വന്ന ഒരു അസുഖമാണ്. അത് സ്റ്റെറിലൈസ് ചെയ്യാതെ ഇഞ്ചക്ഷനും സിറിഞ്ചൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണ്, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മെഡിക്കലിന്റെ ഒരു അനാസ്ഥ കൊണ്ടാണ് രാജാമണിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇനി നമുക്കിതിന്റെ സെക്കൻഡ് സെക്ഷൻ ഒന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് പറയുന്നത് HIV, അതിന്റെ ബോധവൽക്കരണം, എയ്ഡ്സിനെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം, അങ്ങനെയൊക്കെയാണ് ഇതിൽ ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. എ തിയേറ്റർ ട്രൂപ്പ് ഇൻ Seshego Township near Petersburg, South Africa uses theatre to educate the public about HIV/AIDS. അതായത് സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടാകുന്ന പീറ്റേഴ്സ്ബർഗിൽ ഉണ്ടാകുന്ന ഉള്ളൊരു തിയേറ്റർ, അവരെന്ത് ചെയ്യുന്നത്, HIV-യും എയ്ഡ്സിനെയൊക്കെ പറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബോധവൽക്കരണം നടത്തുന്നുണ്ടായിരുന്നു. അതായത് ഫക്കാമ, വിച്ച് മീൻസ് റൈസ് സ്റ്റാൻഡ് അപ്പ്, ട്രാവൽസ് ത്രൂ ഔട്ട് ദ ടൗൺഷിപ്പ് ബ്രിങ്ങിങ് ദ മെസ്സേജ് ദ ലോക്കൽ പോപ്പുലേഷൻ ആൻഡ് എൻകറേജിങ് പാർട്ടിസിപ്പേഷൻ. അതായത് ഇത് ആളുകളിൽ നിന്ന് നേരിട്ട് എന്ത് ചെയ്യുക, വിവരങ്ങളൊക്കെ മനസ്സിലാക്കി എന്ത് ചെയ്യുക, ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാകുക എന്നാണ് ഇവരുടെ ഒരു മെയിൻ ഉദ്ദേശം. അതായത് ആളുകളെ എൻകറേജ് ചെയ്യുക, അതായത് HIV AIDS എന്താണ്, അതിനെതിരെ എങ്ങനെ പ്രവർത്തിക്കാം, അതെങ്ങനെയാണ് വരുന്നത്, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ബോധവൽക്കരണമാണ് ഇവർ മെയിനായിട്ട് നടത്തുന്നത്. This is one of the many ways of AIDS education has diversified to reach wider audience and help to stop the epidemic spread of the disease. ഇത് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഇവരിൽ ഉണ്ടായതെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു എപ്പിഡമിക്, ഈ ഒരു പകർച്ചവ്യാധിയെ ഒരു പരിധി വരെത്തോളം ഇതിനെ തടയാനായി എന്നാണ് പറയുന്നത്. അതർ മെത്തേഡ് ഓഫ് പ്രിവെൻഷൻ ഹാസ് ബീൻ സോൾഡ് ബിക്കോസ് ഓഫ് ക്രിയേറ്റിംഗ് വാക്സിൻ ഓർ പ്രൊവൈഡിംഗ് ട്രീറ്റ്മെന്റ് ഫോർ എ ഡിസീസ് ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി mutating and becoming resistant to drugs may take many more years. പിന്നീടുള്ള അതർ മെത്തേഡ്സ് ഓഫ് പ്രിവെൻഷൻ ഹാവ് ബീൻ സോൾഡ്. അതായത് പിന്നീട് ഒരുപാട് രീതിയിലുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്, ഇവര് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിനെതിരെയുള്ള വാക്സിൻസ്, പ്രതിരോധശേഷി കൂട്ടാനുള്ള വാക്സിൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ നടന്ന സംഭവമാണ് നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തത്. The United Nations Education, Scientific and Cultural Organization has chosen to take a different approach in the fight against AIDS. നമുക്കറിയാം, യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് യുനെസ്കോ, ഐക്യരാഷ്ട്രസഭയുടെ ഒരു എഡ്യൂക്കേഷനും കൾച്ചറൽ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നൊരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, എയ്ഡ്സിനെതിരെ എങ്ങനെ ബോധവൽക്കരണം നടത്താം എന്നുള്ള രീതിയിലൊക്കെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പരിപാടികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. UNESCO strategy for HIV/AIDS preventive education state that impact of disease on society could be reduced by beating compliancy, advancing commitment and improving care. അപ്പോൾ ഇവരുടെ യുനെസ്കോയുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ്, ഇത് പ്രിവെന്റ് ചെയ്യാന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ഇങ്ങനത്തെ ആളുകൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇവർ മെയിനായിട്ട് പറയുന്നത്. അതായത് HIV AIDS പോലുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് കൊടുക്കുക എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് എ 5-part strategy based on advocacy at all levels, customizing the message for various socio-economic groups. അങ്ങനെ ഇവരുടെ 5 രീതിയിലുള്ള പല സ്ട്രാറ്റജീസ് ഇവരെന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഇത് ആളുകളൊരു പബ്ലിക്കിലൊരു വലിയൊരു അവയർനെസ് ഉണ്ടാക്കാനും ഇവരെന്ത് ചെയ്തു, താല്പര്യപ്പെട്ടു. ചേഞ്ചിങ് റിസ്ക് ബിഹേവിയർ ആൻഡ് വൾണറബിലിറ്റി, കെയറിംഗ് ഫോർ ദ ഇൻഫെക്റ്റഡ് ആൻഡ് എഫക്റ്റഡ് ആൻഡ് കോപ്പിംഗ് വിത്ത് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമ്പാക്ട് ഓഫ് എയ്ഡ്സ് ഓൺ സൊസൈറ്റി. അപ്പോൾ ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, അതായത് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച് ഈ ഒരു എയ്ഡ്സ് എന്നുള്ള രോഗത്തെ നമ്മുടെ അതായത് ഈ ഒരു ഭൂമിയിൽ തന്നെ ഇല്ലാതാക്കുക എന്നാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം. The critical factor of renewed and effective strategy for preventing education is massive, unfailing and unrealing advocacy at all level and support of political authorities in the highest national level according to UNESCO.
പിന്നെ വീണ്ടും യുനെസ്കോ തന്നെ പറയുന്നുണ്ട് എന്താ ഈ ഒരു അസുഖം അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കബിൾ അല്ലെങ്കിൽ ഈ പകർച്ചവ്യാധി നമ്മൾ ഇല്ലാതാവാൻ നമ്മുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എല്ലാ രാജ്യത്തിനോടും ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, രാജ്യത്തിന്റെ സഹായം ഇവർ തേടുന്നുണ്ട്. ടു അച്ചീവ് ദിസ് ഓഡിയൻസ് വേൾഡ് വൈഡ് സ്റ്റാർട്ടിംഗ് ദോസ് മോസ്റ്റ് റിസ്ക് മസ്റ്റ് ബി റീച്ച്ഡ് കൾച്ചറലി അപ്രോപ്രിയേറ്റഡ് വേ ആൻഡ് പ്രിവെന്റീവ് എഡ്യൂക്കേഷൻ മസ്റ്റ് ബി ഇന്റർകണക്റ്റഡ് വിത്ത് ദ ലോക്കൽ വേ ഓഫ് ലൈഫ്. പിന്നെ ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു അസുഖത്തെ കുറിച്ചിട്ടുള്ളൊരു അവയർനെസ് വേൾഡ് വൈഡ് ആയിട്ട് നമ്മളൊരു അവയർനെസ് കൊടുക്കുക. അതേപോലെ എന്താ ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. അതിനായിട്ട് നമ്മൾ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നതൊക്കെയാണ് യുനെസ്കോ പറയുന്നത്. Uneven distribution of knowledge that main factor uneven distribution of infection rates worldwide. അതായത് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ നോളജ് ആണ്, എഡ്യൂക്കേഷൻ അല്ല ലാക്ക് ഓഫ് നോളജ്. അതായത് ഈ ഒരു അസുഖത്തെ പറ്റിയിട്ടുള്ളൊരു പൊതുവായ ധാരണ ജനങ്ങൾക്ക് ഇല്ലാത്തതാണ് ഇത് പടരാനുള്ള കാരണം എന്നാണ് പറയുന്നത്. Comprehension and appreciation prevention depend on many social factors such as gender, education, economic conditions and religious beliefs. അപ്പൊ ഇതിനെ എന്താ നമുക്ക് ഇതൊരു പ്രിവെൻഷൻ ഇത് പ്രിവെന്റ് ചെയ്യാന്നുള്ളത് നമ്മൾ പല ആസ്പെക്ട്സിലും നമുക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഏജ് വൈസ്, ജെൻഡർ വൈസ്, എഡ്യൂക്കേഷൻ വൈസ്, എക്കണോമിക് വൈസ് എല്ലാ രീതിയിലും നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഒരു പരിധി വരെ തടയാം എന്നാണ് പറയുന്നത്. ദ മെസ്സേജ് മസ്റ്റ് ബി ടൈലേർഡ് ദ ഡിഫറെന്റ് ഗ്രൂപ്പ് ഇൻ ഓർഡർ ടു എനേബിൾ ദം ടു അണ്ടർസ്റ്റാൻഡ് പാസ് ദ മെസ്സേജ്. യുനെസ്കോ believes that by disseminating information help people understand what AIDS does to the body. അപ്പോൾ യുനെസ്കോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകളെ ബോധവൽക്കരിക്കുക. ഈ ഒരു എയ്ഡ്സ് വന്നാലും അത് നമ്മുടെ ബോഡിയിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉള്ളൊരു അവയർനെസ് നമ്മൾ എന്ത് ചെയ്യുക, ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ റെഡ്യൂസ് മിസ്കൺസെപ്ഷൻ ആൻഡ് ലെസൺ വൾനറബിലിറ്റി ടു ദ ഡിസീസ്. However, it is important not have a negative campaign and this often had to സ്റ്റിഗ്മറ്റൈസേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. അതായത് പിന്നെ നമ്മൾ നെഗറ്റീവ് കോൺസെപ്റ്റോ നെഗറ്റീവ് എന്താ പറയുക തോട്ട്സും നമ്മൾ ഈ ഒരു അസുഖത്തെ പറ്റി കൊടുക്കാതിരിക്കുക. അതേപോലെ ആളുകളെ വേർതിരിക്കാതിരിക്കുക. ഇതുപോലെ അസുഖമുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സപ്പോർട്ട് കൊടുക്കുക. പിന്നെ AIDS can be prevented if children and young people learn how the virus spread and also do not participate in risky behavior. ചെറിയ കുട്ടികളിലും ചെറുപ്പക്കാരിലൊക്കെ നമുക്ക് എയ്ഡ്സ് കണ്ടെത്തിയാൽ അത് വൈറസ് സ്പ്രെഡ് ആവാതെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരിധി വരെ നല്ല രീതിയിൽ അത് ഭേദപ്പെടുത്താമെന്നാണ് പറയുന്നത്. നോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് എ ഗ്രേറ്റർ എബിലിറ്റി ടു എഫക്ട് ഓൾ ആസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിറ്റി ദാൻ സ്കൂൾസ് ആസ് ദേ ക്യാൻ റീച്ച് ദ ഏജ് ഗ്രൂപ്പ് ബിറ്റ്വീൻ 10 to 25. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ കമ്മ്യൂണിറ്റി സപ്പോർട്ടിന് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അവയർനെസ്സിന് സ്കൂളിനേക്കാളും മികച്ചൊരു മാധ്യമം വേറെ ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സ്കൂളുകളിൽ പ്രത്യേകിച്ച് 10നും 25നും വയസ്സിനിടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ഇതിനുള്ള അവയർനെസ് കൊടുക്കുക. വേർ മസ്റ്റ് നോ ഇൻഫെക്ഷൻ occurs each year. ഈ 25 വയസ്സ് വരെയുള്ളൊക്കെ ആ ഒരു പ്രായത്തിലാണ് കൂടുതൽ കേസും റിപ്പോർട്ടൊക്കെ വരുന്നത്. Caring for both infected and affected has become more important as AIDS has greater effect on population worldwide. അതായത് എയ്ഡ്സ് നമ്മുടെ ലോകത്ത് തന്നെ വളരെ മോശമായ രീതിയിൽ തന്നെ ബാധിക്കുമെന്നാണ് പറയുന്നത്. AIDS could undermine all health services, educational institution and public services. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അല്ലെങ്കിൽ ഹെൽത്ത് സർവീസ് ആയാലും പബ്ലിക് സർവീസ് ആയാലും എല്ലാ രീതിയിലും നമ്മൾ ഇതിനൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഇത് തടയാനുണ്ടാവുന്ന ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത്. ആസ് യുനെസ്കോ സ്റ്റേറ്റഡ് ദ ക്രിട്ടിക്കൽ ടാസ്ക് ടു പ്രൊട്ടക്ട് ദ കോർ ഫങ്ഷൻസ് ദ social, economic and political institution from the onslaught of HIV/AIDS by using education to prevent AIDS rather than relying on medicine to treat it. UNESCO has placed the responsibility of governments, the education system and people themselves only through commitment can be strategy by giving the opportunity to save lives and lessen impact of AIDS on society. അപ്പോൾ യുനെസ്കോ പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, അവയർനെസ് കൊടുക്കുക. ഗവൺമെന്റ് സെക്ടറിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും സ്കൂളുകളിലായാലും കോളേജിലൊക്കെ ആയാലും നമ്മൾ ഇതിനെ പറ്റിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവയർനെസ് കൊടുത്താൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് എന്ത് ചെയ്യാം, എയ്ഡ്സിനെ പ്രിവെന്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എയ്ഡ്സിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ളൊരു അവയർനെസ് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സെക്ഷൻ 2 പറയുന്നത്. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.